എന്തെന്നാൽ അസൂയയും തർക്കങ്ങളും എവിടെയുണ്ടോ അവിടെ കലഹവും സർവ്വതിന്മകളുമുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ തിരുവചനം. അസൂയയും തർക്കങ്ങളും അത് മനുഷ്യരിൽ നിരന്തരമായി നടമാടിക്കൊണ്ടിരിക്കുന്ന രണ്ട് ദുഷ്ഗുണങ്ങളാണ്. അതിന് ഗുണങ്ങളെന്നും പറഞ്ഞുകൂടാ, മനുഷ്യൻ്റെ മേലുള്ള രണ്ട് കുഴപ്പങ്ങളാണ്. അസൂയ, മറ്റൊരാളുടെ വളർച്ചയിലുണ്ടാകുന്ന അസഹിഷ്ണുത, എനിക്കില്ലാത്തത് മറ്റൊരാൾക്കുണ്ട് എന്ന് കാണുമ്പോൾ ഉണ്ടായിത്തീരുന്ന മാനസിക അസ്വസ്ഥത, മറ്റൊരാൾക്കുള്ളത് എനിക്കില്ലല്ലോ എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്ന മാനസിക വ്യഥ, ഇതിനെയെല്ലാം അസൂയ എന്ന് വിളിക്കാം. ഒരുപാട് തർക്കങ്ങളും കലഹങ്ങളും ഉടലെടുക്കുന്നത് ഈ അസൂയയിൽ നിന്നാണ്. അതുകൊണ്ടാണ് തർക്കങ്ങളെ ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. ഇത് രണ്ടും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ സകല കലഹവും സർവ്വതിന്മകളും കൂടുകൂട്ടുന്നു എന്നാണ് യാക്കോബ് ശ്ലീഹ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്. വ്യക്തതയുള്ളതാണ് ഈ ചിന്ത. ഈ കലഹവും തിന്മകളും നടമാടുന്നിടത്തൊക്കെ അടിസ്ഥാനപരമായി പരിശോധിച്ചാൽ ജലസി, അസൂയ, അതിൽ നിന്ന് ഉടലെടുക്കുന്ന തർക്കങ്ങൾ അധികാരം സ്ഥാപിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ഇടയിൽ കലഹങ്ങളും തർക്കങ്ങളും ഉണ്ടെങ്കിൽ, അതിൽ നിന്ന് തിന്മകൾ ഉടലെടുക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ എല്ലാം മൂലകാരണം അസൂയയാണ് എന്ന തിരിച്ചറിവിലേക്ക് നമ്മെ എത്തിക്കുവാൻ ഈ വചനം പ്രേരകമാകുന്നു. കരുതലുള്ളവരായിരിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പാറയ്ക്കരയച്ചൻ.